അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് ലോകത്ത് ഏറ്റവും മനോഹരമായി പറഞ്ഞതാരാണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് മനോഹരമായി ലോകത്ത് പറഞ്ഞതൊരു മനുഷ്യനും അല്ല, ഒരു മൗലിദിന്റെ ഗ്രന്ഥങ്ങളും അല്ല, ഒരു സ്വഹാബിയും അല്ല. അള്ളാഹുവിന്റെ റസൂലിനെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ച ലോകത്തിന്റെ സൃഷ്ടാവ് അല്ലാഹു റബ്ബുൽ ആലമീൻ. പറഞ്ഞാൽ തീരാത്ത പ്രകീർത്തനങ്ങളുടെ സങ്കീർത്തനങ്ങളുടെ അള്ളാഹുവിന്റെ കലാമാകുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ വചനവചസ്സുകളിലേക്ക് ഇറങ്ങിയാൽ പ്രവാചകരുടെ നിയോഗം പറഞ്ഞു തരുന്നു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അങ്ങയുടെ നിയോഗം തന്നെ ഈ ലോകത്തിന് കാരുണ്യമാണ് നബിയെ. അങ്ങയുടെ സ്വഭാവമോ വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അത്യുന്നതമായ സ്വഭാവ മഹിമകളുടെ മകിടോദാഹരണമായി പ്രവാചകരെ അവതരിപ്പിക്കുകയാണ് ഖുർആൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഉസ്വത്തുൻ ഹസനയാണെന്ന് പരിശുദ്ധമായ കലാം. യാ റസൂലല്ലാഹ്, ലോകത്തിന് കാരുണ്യമായിട്ടാണ് അങ്ങേ അല്ലാഹു പറഞ്ഞയച്ചത്. അങ്ങയുടെ സ്വഭാവം എത്ര മഹിമയുള്ള സ്വഭാവമാണ്. അങ്ങേക്ക് ലഭിച്ചതോ അങ്ങയുടെ സംസാരമോ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യൂഹാ. അങ്ങേക്ക് പരിശുദ്ധമായ വഹിയല്ലാത്ത വർത്തമാനങ്ങളില്ലല്ലോ നബിയെ. അങ്ങേക്ക് സന്ദേശം അറിയിച്ചു തരാൻ നിയോഗിക്കപ്പെട്ടതാരാണ്? അല്ലമഹു ശദീദുൽ ഖുവാ. സയ്യിദുനാ ജിബ്രീൽ എന്ന അത്യുന്നതനായ മലക്കാണല്ലോ നബിയെ. അങ്ങയുടെ യാത്ര എത്തിച്ചേർന്ന ഇടമേതാണ്? ഇൻദ സിദ്റത്തിൽ മുൻതഹാ ഇൻദഹാ ജന്നത്തുൽ മഅവാ. പരിശുദ്ധമായ ഖുർആൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ഇങ്ങനെ പറഞ്ഞു തരുകയാണ്. അങ്ങാരാണ് നബിയേ? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് മാത്രം വ്യാഖ്യാനിക്കാനിരുന്നാൽ നമുക്ക് ദിവസങ്ങൾ മതിയാവുകയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ നോട്ടം, ഇരുത്തം, നടത്തം, മനക്കം, മടക്കം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത സ്പന്ദനങ്ങൾ മുഴുവനും ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓരോന്നിനെയും പ്രകീർത്തിക്കുകയാണ്. അല്ലാഹു തആല മദ്ഹ് പറഞ്ഞതുപോലെ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ആരും പറഞ്ഞിട്ടില്ല. അങ്ങ് സമുന്നത